കോവിഡ് കാലം പലർക്കും ഈ ജോലി നഷ്ടങ്ങളുടെയും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ കഥയായിരിക്കും പറയാനുണ്ടാവുക. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ താമസിച്ചവരുടെ അവരുടെ പലരുടെയും ജോലി നഷ്ടപ്പെടുകയും ബിസിനസ്സൊക്കെ നഷ്ടത്തിൽപ്പെടുകയും ഒക്കെ ചെയ്തവർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം എങ്ങനെ നാട്ടിൽ അത് യൂട്ടിലൈസ് ചെയ്യാം? കുറേ നാൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമായിരുന്നു. ആ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കോവിഡ് കാലം നാട്ടിൽ സെറ്റിലാവാനുള്ള ഒരു ബിസിനസ്സിന് അടിത്തറ പാകിയ ഒരു ദമ്പതികളുടെ വിജയകഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മണി മാജിക്കിലൂടെ പറയാൻ പോകുന്നത്. തിരുവനന്തപുരം സ്വദേശികളായ നിതീഷും ഭാര്യ അനുവും ചേർന്ന് തിരുവനന്തപുരത്ത് വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്ന പ്ലാസ്റ്റിക്കിന് ബദലായി എന്ത് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരമാണല്ലോ പേപ്പർ ബാഗുകളും അതുപോലെ പേപ്പർ പ്ലേറ്റുകളും പേപ്പർ കപ്പും ഒക്കെ. പക്ഷേ ഈ പേപ്പർ ബാഗിലും അല്ലെങ്കിൽ ഈ പേപ്പർ കപ്പിലും ഈ പേപ്പർ കണ്ടെയ്നറിലും ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ലെയറുകൾ വരുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ലെയർ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണവുമാകാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം ബദലായി അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലും അതിനും ബദലായി നമ്മുടെ ഓയിൽ കൊണ്ട് കോട്ടിംഗ് ഉണ്ടാക്കി വളരെ പരിസ്ഥിതി സൗഹൃദമായ രീതിയിലുള്ള ബയോ കോട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട് പേപ്പർ കപ്പുകളും അതുപോലെ കണ്ടെയ്നറുകളും ഒക്കെ നിർമ്മിച്ച് വളരെ സക്സസ്ഫുള്ളായ ഒരു സംരംഭമാണ് അവർ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം. വർഷ്യ എന്ന പേരിൽ തിരുവനന്തപുരത്ത് സക്സസ്ഫുള്ളായി നടത്തിക്കൊണ്ടു പോകുന്ന നിതീഷിൻ്റെയും ഭാര്യ അനുവിൻ്റെയും ആ ബിസിനസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മണി മാജിക്കിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഒരു ബിസിനസ് എന്നതിനേക്കാളുപരി ഇതൊരു സാമൂഹ്യ സേവനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ കാഴ്ചകളും അവരുടെ ഫാക്ടറിയുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവർ ഇവിടെ സക്സസ് ആയി നിൽക്കുന്നതെന്ന്. മണി മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ അറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ ബാൻ വന്നിട്ടുണ്ട്. അപ്പൊ പ്ലാസ്റ്റിക്കിന് പെട്ടെന്നൊരു ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേപ്പർ എന്ന് പറയും. എന്നാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ കപ്പുകൾ കംപ്ലീറ്റ്ലി ബയോഡിഗ്രേഡബിൾ ആണോ അല്ലെങ്കിൽ അത് നല്ലതാണോ എന്നുള്ളത് പേപ്പർ കാണുമ്പോഴേ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെ പേപ്പർ പ്രോഡക്റ്റ് അല്ലേ, അത് ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന്. ശരിക്കും എല്ലാ പേപ്പർ പ്രോഡക്ട്സും ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ എല്ലാ പേപ്പർ കപ്സ് അല്ലെങ്കിൽ പേപ്പറിൽ ഉൽപ്പന്നങ്ങളിലെല്ലാം ഈ കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി പ്ലാസ്റ്റിക് ആണ്. അത് നോർമൽ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനെ കാട്ടിയും ഭയങ്കര പ്രശ്നക്കാരനാണ് ഇത്. കാരണം വളരെ തിൻ ലെയർ ഒരു പ്ലാസ്റ്റിക് ലെയറിംഗ് ആണ് ഈ പേപ്പർ കപ്സിൽ കൊടുക്കുന്നത്. ആ തിൻ ലെയറിലോട്ടാണ് നമ്മൾ ചൂട് ഭക്ഷണം അല്ലെങ്കിൽ ചൂട് ചായ ഒഴിച്ച് ആ കപ്പിലാണ് ചൂട് ചായ ദിവസം 5-6 ചായ ആൾക്കാർ കുടിക്കാറ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് തിൻ ലെയർ പ്ലാസ്റ്റിക് അത് ഉരുകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഒരുപാട് കാര്യം. ആക്ച്വലി ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ ആയിട്ട് എൻ്റെ ഫാദർ ഇൻ ലോ RCC കിടന്നപ്പം അവിടെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചപ്പം ഡോക്ടേഴ്സ് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഡസ്റ്റൈൻ ക്യാൻസേഴ്സ് ആണ് വരുന്നത്. ഡോക്ടറിന്റെ ഒരു അഭിപ്രായപ്രകാരം 34 or 44 എത്രയോ വെറൈറ്റി ഓഫ് ക്യാൻസേഴ്സ് ആണ് ഒള്ളി ഈ പ്ലാസ്റ്റിക് ഡയറക്റ്റ് ഹോട്ട് ഫുഡുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരുന്നത്. കോവിഡ് സമയത്ത് തന്നെ ക്വാറന്റൈൻ പീരീഡിൽ നാട്ടിൽ വന്നു. ഇപ്പോൾ ആ 2 ആഴ്ച പുറത്തു പോകാൻ പറ്റാത്ത സമയത്താണ് ഓൺലൈനിൽ ഞങ്ങൾ ഈ കമ്പനി പോലും രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ട്രിവാൻഡ്രത്ത് സ്പെഷ്യലി കോവിഡ് ഭയങ്കരമായിട്ട് പിന്നെ കൂടുകയും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനിൽ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പം ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി. സോ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഗൾഫ് വിടുന്നതിന് മുമ്പ് എൻ്റെ പല ഫ്രണ്ട്സും ഈ ഒരു ബിസിനസ്സിൽ താല്പര്യം കാണിച്ചുകൊണ്ട് പലരും ഞങ്ങളിതിൻ്റെ ഫ്രാഞ്ചൈസി മോഡൽ ഒരു ബിസിനസ് ഞങ്ങൾ എടുത്തു. അവർ പൈസ തന്നു, നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്തു. എഗെയിൻ പ്രൊഡക്റ്റ് പ്രൈസും കുറച്ച് കൂടുതലായിരുന്നു. കാരണം മാർക്കറ്റിൽ പേപ്പറിന് വില വളരെ കൂടുതലായിരുന്നു, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വളരെ കൂടുതലായിരുന്നു. കോവിഡും കൂടെ ആയതുകൊണ്ട് ആ ഒരു മോഡൽ അൺഫോർച്ചുനേറ്റ്ലി വർക്കൗട്ട് ആയില്ല. സോ വാട്ട് വി ക്യാൻ ഡു നെക്സ്റ്റ് എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഓൾറെഡി ഒരു 4-star 5-star ഹോട്ടലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് വി വെന്റ് ടു ട്രിവാൻഡ്രം ഹിൽട്ടൺ ഗാർഡൻ, ഒരു 5-star ഹോട്ടലാണ്. അവിടെ ചെന്ന് അതാണ് ഞങ്ങൾ ആദ്യത്തെ കസ്റ്റമേഴ്സ്. സോ ഞങ്ങൾ അവർക്ക് ഫുഡ് പാക്കേജിങ് സപ്ലൈ ചെയ്തു തുടങ്ങി. ദെൻ വി ഗ്രാജുവലി സ്റ്റാർട്ടഡ് ടു സപ്ലൈങ് ടു അതർ ഹോട്ടൽസ് ലൈക്ക് ലീല, കോവളം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. ഈ സപ്ലൈ ചെയ്യുന്നതിനിടയ്ക്കാണ് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പല നെറ്റ്വർക്ക് ഉണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റായിട്ട് നോർത്ത് ഇന്ത്യയിൽ പലതും. ഈ കോവിഡ് സമയത്താണ് ഞാനും വൈഫും ഓൾമോസ്റ്റ് 2 ആഴ്ച കോവിഡ് സമയത്ത് വിത്തിൻ റെസ്ട്രിക്റ്റഡ് ആ ട്രാവൽ റെഗുലേഷൻ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തു. ഈ നെറ്റ്വർക്ക് എല്ലാം ബിൽഡപ്പ് ചെയ്തു, പ്രൊഡക്ട്സ് കൊണ്ടുവന്നു, സപ്ലൈ ചെയ്ത് തുടങ്ങി. ട്രിവാൻഡ്രം അനന്തപുരി ഹോസ്പിറ്റൽ, കിംസ് ഹോസ്പിറ്റൽ, അങ്ങനെ പലയിടത്തും നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ആ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ചെയ്യുന്ന പേപ്പർ ഫുഡ് പാക്കേജിങ്ങിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉണ്ട്. അത് ഫ്യൂച്ചറിൽ പോയി വലിയൊരു പ്രശ്നത്തിലോട്ട് നമ്മൾ ചെല്ലും. സോ വി തോട്ട് വൈ കാൺ വി ഹാവ് അവർ ഓൺ ടെക്നോളജി റാദർ ദാൻ നമ്മളത് പുറത്തുനിന്ന് ടെക്നോളജി വലിയ വില ഇത് ചെയ്തിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം CSIR നെസ്റ്റുമായിട്ട് തുടക്കത്തിലൊന്ന് കൊലാബറേറ്റ് ചെയ്തിരുന്നു. കൊലാബറേറ്റ് ചെയ്ത് ഞങ്ങൾ ഈ കോട്ടിങ്ങിൻ്റെ ഇതിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ അടുത്തൊരു ടെക്നോളജി തെർമോക്കോളിന് പകരം നമ്മളുടെ കരിക്കിൻ്റെ ഹസ്കിൽ നിന്ന് ചെയ്യാനുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഒരു റെഗുലർ പാക്കേജിങ് ബിസിനസ്സിൻ്റെ കൂടെ ഒരു R&D ഇൻ-ഹൗസ് R&D എന്ന രീതിയിലോട്ട് ഞങ്ങൾ വന്നു. ഞങ്ങൾ സസ്റ്റൈനബിൾ പാക്കേജിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്തത് പേപ്പർ പ്രോഡക്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഷുഗർ കെയിൻ ബഗാസിന്റെ പ്രൊഡക്ട്സ് ചെയ്യുന്നു. ഇപ്പം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനിൽ പേപ്പർ പ്രോഡക്ട്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഷുഗർ കെയിൻ ബഗാസ് ഞങ്ങൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിൽ ചെയ്തെടുത്ത് നമ്മുടെ ബ്രാൻഡിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് പേപ്പർ കപ്സ് ആണ്. അപ്പം നമ്മൾ സാധാരണ നോർമൽ പേപ്പർ കപ്സ് ചെയ്യാറില്ല, കൂടുതൽ ചെയ്യുന്നത് റിപ്പിൾ പേപ്പർ കപ്സ് ആണ് ചെയ്യാറ്. അതാണ് പേപ്പർ കപ്സ്. അത് എല്ലാ സൈസിലും വരാറുണ്ട്. ഒരു 150 ml തൊട്ട് 360 ml വരെയുള്ള പേപ്പർ കപ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ അടുത്തത് വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് വരുന്നത് ഫുഡ് പാഴ്സൽസിന് വേണ്ടിയുള്ള ഈ കണ്ടെയ്നേഴ്സ് ആണ്. ഇത് പറയുന്നത് ഒരു 30-40 ml ഒരു ഡിപ്പ് കണ്ടെയ്നേഴ്സ് തൊട്ട് ഇത് 125 ml കണ്ടെയ്നറാണ്. ഇതൊരു 500 ml കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് കറിക്കും ഇപ്പം ഓണസദ്യക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവായ 2 ഐറ്റമാണ് ഇത്. അപ്പോൾ ഇത് വന്നിട്ട് തന്നെ 2 കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് വൈറ്റ് പേപ്പർ ബോർഡിൽ വരുന്ന കണ്ടെയ്നേഴ്സും പിന്നെ വന്നിട്ട് നമ്മുടെ ക്രാഫ്റ്റ് പേപ്പറിലുള്ള കണ്ടെയ്നേഴ്സും. സോ ഇത് രണ്ടും നല്ല മൂവിങ് ആയിട്ടുള്ള ഞങ്ങളുടെ 2 പ്രൊഡക്ട്സ് ആണ്. ഇത് തന്നെ നമുക്ക് ഇപ്പം ചില ഹോട്ടൽസ് അവരിങ്ങോട്ട് പറയുന്നുണ്ട് അവർക്ക് കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ ഈ വൈറ്റ് കണ്ടെയ്നേഴ്സിൽ ഇതുപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ബിരിയാണി കണ്ടെയ്നേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതുപോലെ ലേബിൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ലേബിളിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അധികം കൂടുതൽ ഓർഡർ ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നത് ഷുഗർ കെയിൻ ബഗാസിന്റെ പ്രൊഡക്ട്സ് ആണ്. ഇത് ഇതുപോലെ മീൽ കണ്ടെയ്നേഴ്സ് ആണ്. ഇപ്പം ഇവിടെ നമുക്ക് കോവിഡിന്റെ സമയത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇതിന്റെ 5 CP എന്ന് പറയും, 5 പാർട്ടീഷനുള്ള കമ്പാർട്ട്മെന്റ്സ്. അത് അറൌണ്ട് മാസം നമ്മൾ ഒരു 10,000 പീസൊക്കെ അനന്തപുരിക്ക് സ്ഥിരമായി സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പം നേരത്തെ ഞാൻ പറഞ്ഞ 5 CPക്ക് ഇത് 8 CP. ഇത് ഇങ്ങനെ മീൽ നമ്മുടെ താലി മീൽസ് പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഹോട്ടൽസിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ തന്നെ 5 കമ്പാർട്ട്മെന്റ് ഉണ്ട്, 3 കമ്പാർട്ട്മെന്റ് ഉണ്ട്, 4 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇത് 8 കമ്പാർട്ട്മെന്റിനുള്ള റൈസ് ബോക്സസ്. ഇത് റൈസ് നൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൈസ് ബോക്സസ് ആണ്. അതും ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നോർമലി കാണുമ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് ആണെന്ന് തെറ്റിദ്ധരിക്കാം. ഇത് പ്ലാസ്റ്റിക് അല്ല, ഞങ്ങളുടെ ഓയിൽ ബേസ്, ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഓയിൽ ബേസ്ഡ് കോട്ടിംഗ് ആണ്. ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ഹിൽട്ടൺ ഗാർഡനിലും ലീലയിലും ഒക്കെ ഓണസദ്യക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇത് പിന്നെ പേപ്പർ കണ്ടെയ്നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പല ഷേപ്പിലും ഉണ്ട്. സ്ക്വയർ ഷേപ്പിൽ വേണമെന്നുള്ളവർക്ക് സ്ക്വയർ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ വേണമെന്നുള്ളവർക്ക് ഇല്ല. പ്രൈസ് ഡിഫറൻസ് വേരി ചെയ്യും സൈസ് അനുസരിച്ച്. സോ ഞങ്ങൾ ഫസ്റ്റ് ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഞങ്ങൾ കൊളാബറേഷൻ ട്രൈ ചെയ്തിരുന്നു. ബട്ട് അതൊന്നും വർക്കൗട്ട് ആയില്ല. ലാസ്റ്റാണ് ഞങ്ങൾ CSR നിസ്റ്റിലോട്ട് വന്നത്. നിസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് 2 ടെക്നോളജിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഹെൽപ്പോടുകൂടിയാണ് ഞങ്ങളുടെ R&D ഡിവിഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഒരു ലാസ്റ്റ് 2 years ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കോട്ടിങ്ങും ഞങ്ങളുടെ സെക്കൻഡ് ടെക്നോളജിയായ തെർമോക്കോൾ ഓൾട്ടർനേറ്റീവിനുമുള്ള എല്ലാ ഇപ്പം കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഞങ്ങളിപ്പോൾ ഒരു 2-3 months ആയി ഞങ്ങളൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലോട്ട് എത്തിയിട്ട് ഞങ്ങളുടെ ടെക്നോളജിയുടെ. സോ അതുവരെ ഒരു 2 years ഞങ്ങളുടെ ഒരു ട്രയൽ പീരീഡ് ആയിരുന്നു. അപ്പോൾ ഈ R&D എന്ന വർക്ക് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള വർക്കല്ല. അപ്പം അതിൻ്റെതായ ഒരു ടൈം എടുക്കും. നമ്മൾ ഇന്നൊരു ട്രയൽ ചെയ്യുമ്പോൾ വിചാരിക്കും ഓക്കെ നാളെ കൊണ്ട് അതെല്ലാം സക്സസ് ആയി. ലാസ്റ്റ് റിസൾട്ട് എത്തുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഇതിൽ ഈ ഒരു എറർ ഉണ്ട്, ഇത് റെക്ടിഫൈ ചെയ്യണം. അങ്ങനെ ഓൾമോസ്റ്റ് 2.5 years എടുത്ത് ഞങ്ങൾക്ക് ഇതൊന്ന് റെക്ടിഫൈ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തിറക്കാൻ. അപ്പോൾ ഈ R&Dക്ക് നമുക്കെന്ന് പറഞ്ഞാൽ R&D ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസേ ഉള്ളൂ, ഇൻകം വരവില്ല. R&Dയിൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് ആണ് കൂടുതൽ. അപ്പം പാരലലി നമ്മുടെ ട്രേഡിംഗ് ബിസിനസ് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൂടുതൽ ക്യാഷ് ഫ്ലോ വന്നിട്ട് ഞങ്ങളുടെ R&Dയിലോട്ട് പമ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പലതരം ഗ്രാൻഡുകളും സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഗ്രാൻഡ് അപ്ലൈ ചെയ്തു. അപ്പം ഞങ്ങൾ അതിൽ സെലക്ട് ആയി. അപ്പോൾ അതിൻ്റെ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വിമൻ പ്രൊഡക്ടൈസേഷൻ ഗ്രാൻഡ്, അങ്ങനെ പലതരം ഗ്രാൻഡുകൾ കൂടിയായിരുന്നു ഞങ്ങൾ R&D വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ R&D വർക്കിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പുതിയ പ്രൊഡക്റ്റ് ഞങ്ങളിപ്പോൾ ഇറക്കിയത് പൗച്ചസ് ആണ്. അതായത് അതിൻ്റെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ഡിസ്ട്രിക്ട്സിലും ജയിൽ യൂണിറ്റ്സ് നടത്തുന്ന ചപ്പാത്തി യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ചപ്പാത്തി യൂണിറ്റ്സിൻ്റെ പൗച്ചസ് ഞങ്ങളുടെ ടെക്നോളജി വെച്ചാണ് അത് പൗച്ചസ് ഇറക്കിയിട്ട് ഇപ്പോൾ അവർക്ക് സപ്ലൈ തുടങ്ങി. ഒരു 3 months ആയിട്ട് ഞങ്ങളിപ്പം കണ്ടിന്യൂസ് ജയിലിൻ്റെ ചപ്പാത്തി പൗച്ചസ് ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സായ എല്ലാ 3-star 4-star ഹോട്ടൽസ്, ഹിൽട്ടൺ, താജ്, ഈവൻ ചെന്നൈയിൽ നിന്ന് ലേ മെറിഡിയൻ, MGM അങ്ങനെയുള്ള എല്ലാ റിസോർട്ട്സിലും ഇപ്പം നമ്മുടെ പ്രോഡക്ട്സ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്.
ഇതിപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ജയിൽ ചപ്പാത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൗച്ചിലാണ് യൂഷ്വലി ഇത് നമ്മുടെ MLP പാക്കേജിങ്ങിലായിരുന്നു ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ MLP പാക്കേജിങ് റീപ്ലേസ് ചെയ്ത് നമ്മുടെ പേപ്പർ വിത്ത് നമ്മുടെ കോട്ടിങ് അങ്ങനെയാണ് ഇപ്പം ഇറങ്ങുന്നത്. അപ്പോൾ ഇതിലാണ് ജയിൽ ചപ്പാത്തി ഇപ്പം കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് പോകുന്നത്. അതുപോലെ ബേക്കറി സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസ് പോകാൻ വേണ്ടി നമ്മൾ പല സൈസിൽ ഇതുപോലത്തെ പൗച്ചസ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഓയിലി ആയിട്ടുള്ള സ്നാക്സ് ഇട്ടാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് നമ്മുടെ കോട്ടിങ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ട്രയൽ ചെയ്ത വേറൊരു സംഭവം ഫിഷ്. ഇപ്പോൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി കഴിയുമ്പം പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരം ഡയറക്റ്റ് ഫിഷ് ഇതിനകത്ത് ഇട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ക്യാരി ചെയ്യാം, ഒരു 3 to 4 hours വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ കോട്ടഡ് പേപ്പറിലാണ് ഈ സ്നാക്സ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം വടയും പഴംപൊരിയും ഒക്കെ എന്തോരം വേണ്ട, നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ അറിയാമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഇതിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണാൻ പറ്റും തോന്നുന്നു, പുറമേ എണ്ണ ഇല്ല, കാരണം ഞങ്ങളുടെ കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മുടെ നിസ്റ്റിൽ നിന്നാണ് ടെക്നോളജി എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിസ്റ്റിൽ നിന്ന് ടെക്നോളജി എടുത്തപ്പോൾ അവരൊരു ബേസിക് ലെവൽ ടെക്നോളജി നമുക്ക് തന്നു. അപ്പോൾ അതിൻ്റെ റിഫൈനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എക്യുപ്മെന്റ്സും മെഷീൻസും ഒന്നും കേരളത്തിലെല്ലാം മെയിനായിട്ട് ഞങ്ങളുടെ കോട്ടിംഗ് ആണ്. അപ്പോൾ കോട്ടിങ്ങിൻ്റെ മെഷീനറി നമുക്ക് കേരളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഇന്ത്യയിലുടനീളം പല സ്റ്റേറ്റ്സിലും പോയി ആണ് കോട്ടിംഗ് ട്രയൽസ് ചെയ്തത്. അങ്ങനെ ട്രയൽസ് ചെയ്ത് സാമ്പിൾസ് നമ്മൾ പല കസ്റ്റമേഴ്സിനും അയച്ചു കൊടുത്തു. അതൊന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ആണ് ആൾക്കാർ വന്നത്. ഇപ്പം നമുക്ക് 2-3 എക്സ്പോർട്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. സാമ്പിൾസ് അയച്ച് അവർ സാമ്പിൾസ് ഹാപ്പി ആയിട്ട് 2-3 എക്സ്പോർട്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഫൈനലൈസ് ആയില്ല, ഡീല് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഓയിൽ കോട്ടിങ്ങിന്റെ ആ സൊല്യൂഷന്റെ പ്രിപ്പറേഷൻ നടക്കുവാണ് ഇവിടെ. അന്നേരം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നോർത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന സോയാബീൻ ഓയിലാണ്. സോയാബീൻ ഓയിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് നടത്തും. അതിന്റെ ടീംസ് ആണ് അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഞങ്ങളുടെ ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. സോ ഈ ഒരു ബയോ കോട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫോർമുലേഷൻ്റെ ഡെവലപ്മെന്റ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. ഒരു 5 to 6 hours റിയാക്ഷൻ ആണിത്. അത് കഴിഞ്ഞൊരു പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ് കൂടി വരും. സോ നമ്മുടെ ആ റോ ഓയിലിനെ നമ്മൾ കുറച്ച് കെമിക്കൽ മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടാണ് നമ്മുടെ ഒരു കോട്ടിങ്ങിന് പാകമാകുന്ന ഒരു ഫോർമുലേഷനിലോട്ട് മാറ്റുക. ആ ഒരു റിയാക്ഷനാണ് ഈ റിയാക്ടറിൽ നടക്കുന്നത്. സോ ആ റിയാക്ഷന് ശേഷം അതിൻ്റെ ഫർദർ പ്യൂരിഫിക്കേഷൻ ആണ് ഈ ഒരു മെഷീനിൽ നമ്മൾ ചെയ്യുക. എക്സസ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത സോൾവെൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത് ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. സോ പിന്നീട് അതിനെ ഫർദർ നമ്മളൊരു കോട്ടിംഗ് ഫോർമുലേഷൻ്റെ ടെക്സ്ചറിലോട്ട് മാറ്റുന്നത് വേറൊരു പ്രോസസ്സാണ്. അതിനുശേഷമാണ് നമ്മൾ കോട്ടിംഗ് പുറത്ത് ചെയ്യുക. കോട്ടിംഗ് നമ്മൾ ഇവിടെ അല്ല, പുറത്താണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇപ്പോൾ നാട്ടിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഐറ്റമാണ് ഈ അലൂമിനിയം ഫോയിലിൽ പുറന്ന പേപ്പറും ഈ അലൂമിനിയം ഫോയിൽ കവർ. ഈ പുറമേ മാത്രമേ ഇതിൽ അലൂമിനിയം ഉള്ളൂ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വിരിച്ചെടുക്കാൻ പറ്റും അതൊന്ന് പ്ലാസ്റ്റിക്. കാരണം ഈ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സീലാവത്തുള്ളൂ. ശരിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പൊതിയാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിൽ ഒരു സീലിംഗ് മെഷീനോ ഒരു തേപ്പ് കൊട്ടിയോ വെച്ച് ചെയ്ത് നോക്കുക, അത് ഒട്ടത്തില്ല, ഒരിക്കലും ഒട്ടത്തില്ല. ഈ അലൂമിനിയം പൗച്ചുകളിൽ ഈ പ്ലാസ്റ്റിക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കറി ഇട്ടിട്ട് അവർക്കത് സീൽ ചെയ്ത് തരാൻ പറ്റുന്നത്. അത് പക്ഷെ നമ്മൾ തിരിച്ചില്ല, കാണുമ്പോൾ ഇത് പ്ലാസ്റ്റിക് അല്ല അലൂമിനിയം ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും. നമ്മൾ ഈ ഫോയിൽ വെച്ച് നോക്കിയാൽ ഫോയിൽ നമ്മൾ ജസ്റ്റ് അയൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കി, അത് ഒട്ടത്തില്ല. അതേസമയം ഈ കവർ ഒന്ന് അയൺ വെച്ച് പ്രസ് ചെയ്ത് നോക്കൂ, അതൊട്ടും. അതിന് കാരണം പ്ലാസ്റ്റിക് ആണ്. ഇതിന് എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് പ്രതിനിധി? അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ PLA കപ്സ് വന്നു തുടങ്ങി. PLA അല്ലെങ്കിൽ കമ്പോസ്റ്റബിൾ ഫിലിംസ് വെച്ചിട്ടുള്ള കപ്സ് ആണ് ആദ്യം വന്നു തുടങ്ങിയത്. അപ്പോൾ PLA എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കുറവാണ്. അത് കൂടുതൽ പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ അതിന്റെ ഫിലിം മേക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നല്ല, സാധാരണ ഒരു പേപ്പർ കപ്പിന് നമ്മൾ 50 പൈസ അല്ലെങ്കിൽ 30 പൈസയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു PLA കോട്ടഡ് കപ്പിന് മിനിമം 2.5 രൂപ കൊടുക്കേണ്ടി വരും. അത്രയും പ്രൈസ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അഫോർഡബിൾ അല്ല. അതുകൊണ്ടാണ് എന്തുകൊണ്ട് നമുക്ക് ഇൻഹൗസ് ആയിട്ട് ഇന്ത്യൻ ടെക്നോളജി വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കിക്കൂടാ എന്നുള്ളൊരു ഇതാണ് ഞങ്ങളെ നിസ്റ്റും അല്ലെങ്കിൽ മറ്റ് റിസർച്ച് സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. നമ്മുടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, അതായത് ഓയിൽ ബേസ്ഡ് ആണ്. വെജിറ്റബിൾ ഓയിലിൽ നിന്നാണ് ഞങ്ങൾ ഈ കോട്ടിംഗ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 100% ഞങ്ങളെ എല്ലാ സർട്ടിഫിക്കേഷൻസും കഴിഞ്ഞു, USFDA അപ്രൂവൽ കഴിഞ്ഞു, ബയോഡിഗ്രഡേഷൻ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞങ്ങൾ പ്രോഡക്റ്റ് ഇപ്പം മാർക്കറ്റിലോട്ട് ഇറക്കി തുടങ്ങിയത്.
ഇതാണ് നമ്മുടെ ഓയിൽ, റോ ഓയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ, സാധാരണ എണ്ണ മേടിക്കുന്ന പോലെ വെജിറ്റബിൾ ഓയിലിൻ്റെ വരുന്നത്. ഇത് നമ്മുടെ പ്രോസസ്സ് ഒരു 6 to 7 hours പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഫോർമുലേഷനിലാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഫർദർ കോട്ടിംഗ് മെഷീനിലോട്ട് കുറച്ച് വിസ്കസ് ആണിത്. അപ്പോൾ വിസ്കോസിറ്റി കുറച്ചതിന് ശേഷം കോട്ടിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഞങ്ങളിപ്പം ഒരു പുതിയ ഞങ്ങളുടെ വിഷൻ തന്നെ ഞങ്ങൾ വളരെ ഇപ്പം വൈഡാക്കി. ഒരു നെക്സ്റ്റ് 5 year പ്ലാൻ ഞങ്ങൾ റെഡിയാകും. ഇതിൽ ഞങ്ങളൊരു കൊമേഴ്ഷ്യൽ ആംഗിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, പല രാജ്യത്തു നിന്നും വരുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഫുഡ് പാക്കേജിങ്ങിൽ ഫോക്കസ് നമ്മുടെ ടെക്നോളജി അതിലോട്ടാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ പല മേഖലയിൽ നിന്നും പല ഇൻഡസ്ട്രീസിൽ നിന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. അവരുടെ പാക്കേജിങ്, അവരുടെ പ്രൊഡക്റ്റിന് ഒരു പാക്കേജിങ് മെറ്റീരിയൽ എങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്കിനെ മാറ്റി കൊടുക്കാമെന്നുള്ളത്. അതിൻ്റെ R&D വർക്കും നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ R&D മാത്രമായതുകൊണ്ട് റവന്യൂ പാടാണ്. അന്നേരം ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു നോർമലി നമ്മൾ നോക്കിയാൽ R&Dക്ക് ഒരു വലിയ റെസ്പെക്ട് ഇല്ല. എല്ലാവരും ഒരു ഇമ്പോർട്ടഡ് ടെക്നോളജി അല്ലെങ്കിൽ റെഡിമെയ്ഡ് ടെക്നോളജി എടുത്ത് മാനുഫാക്ചറിങ് ചെയ്യാനേ നോക്കത്തുള്ളൂ. സോ വാട്ട് വി ആർ ആസ് എ വർഷ ഡൂയിങ്, R&Dയും മാനുഫാക്ചറിങ്ങിൻ്റെ കൊലാബ് ചെയ്തിട്ട് ഒരു സ്കെയിൽ അപ്പ് ബിസിനസ് മോഡലിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഞങ്ങൾക്ക് എല്ലാം മാനുഫാക്ചറിങ് ഇവിടെ പറ്റില്ല. സോ ബ്രെയിൻ വിൽ ബി ഇൻ കേരള, ഓൾ ആക്ടിവിറ്റീസ് വിൽ ബി ഔട്ട്സൈഡ് കേരള. വേറെ കേരള ബേസ്ഡ് പാൻ ഇന്ത്യ കമ്പനി എന്ന് പറയാൻ നമ്മൾ. ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ പ്ലാൻ എന്ന് വെച്ചാൽ, നമുക്കിപ്പം വരുന്ന എല്ലാ എൻക്വയറീസും കൂടെ ഞങ്ങളുടെ ടെക്നോളജി വെച്ച് മാത്രം കവർ ചെയ്യാൻ പറ്റില്ല. വി ആർ ഔട്ട്സോഴ്സിങ് സം മോർ അതർ ടെക്നോളജീസ് ഓൾസോ. അത് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്ലാൻ എന്ന് വെച്ചാൽ, ഇപ്പം ഉള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് പാക്കേജിങ്സും ഞങ്ങളിപ്പം കേരള ഗവൺമെൻറ് ജയിൽ ചപ്പാത്തിയുടെ പാക്കേജിങ് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്ത് പേപ്പർ പാക്കേജിങ് കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങളാണ് അത് സപ്ലൈ ചെയ്യുന്നത്. അത് ഓൾ കേരള നമ്മൾ ചെയ്യാൻ അത് നോക്കുന്നുണ്ട്. സെക്കൻഡ്, റെയിൽവേ ആയിട്ട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എൻറ്റയർ സദേൺ റെയിൽവേയുടെ ഇതിൽ അതൊരു ഹ്യൂജ് വോളിയം ബിസിനസ്സിലാണ് നമ്മൾ ഡിസ്കഷൻ നടക്കുന്നത്. അതുകൂടാതെ 1-2 കോർപ്പറേറ്റ്സുമായിട്ട് വളരെ ഹൈ വോളിയം അവരുടെ യൂസ് ചെയ്യുന്ന കറണ്ട് പ്ലാസ്റ്റിക് പാക്കേജിങ് റീപ്ലേസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ തന്നെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുവാണ്. സോ ഓൾറെഡി ഞങ്ങൾക്ക് റവന്യൂ സ്റ്റാർട്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ജയിൽ ചപ്പാത്തി ആയാലും ബാക്കി എക്സിസ്റ്റിംഗ് ഹോട്ടൽ ബിസിനസ്സിലായാലും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഓണസദ്യക്ക് ഞങ്ങളുടെ പാക്കേജിങ്സ് കുറേ പോയിട്ടുണ്ട്. ഇത് ഞങ്ങൾ അഗ്രോ വേസ്റ്റ് വെച്ച് ഡെവലപ്പ് ചെയ്ത കംപ്ലീറ്റ്ലി വേസ്റ്റ് മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ നാട്ടിൽ ഇറങ്ങിയാൽ എവിടെ നോക്കിയാലും കരിക്കിൻ്റെ വേസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ആ കരിക്കിൻ്റെ വേസ്റ്റും കരിമ്പിൻ്റെ വേസ്റ്റും പിന്നെ കുറച്ച് റൈസ് ബ്രാൻ അങ്ങനെയുള്ള അഗ്രോ വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബോക്സാണ് ഇത്. നമുക്ക് തെർമോക്കോളിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പോലെ തന്നെ യൂസ് ചെയ്യാം. ഐസൊക്കെ കിട്ടും. ഇത് ഐസിട്ട് യൂസ് ചെയ്യാൻ ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് വളരെ കുറവാണ്. ഐസിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാരണം, നമ്മൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ബയോ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആ ബയോ കോട്ടിംഗ് കൂടി ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേപ്പറിൽ എങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടുന്നുണ്ടോ ഐസ് അല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള അതേ ഇഫക്റ്റ് ഇതിനും കിട്ടും. ആ കോട്ടിങ്ങും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് ഐസിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ ഐസിട്ട് വെച്ചു. ഇപ്പോൾ ഇങ്ങനെ ഐസിട്ട് ഞങ്ങളൊരു 7-8 മണിക്കൂർ വരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐസ് ഒട്ടും അലിയോ ഒന്നും ചെയ്തിട്ടില്ല, അതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫർദർ നമുക്ക് കുറച്ചുകൂടി വർക്ക് ഒരു ഫിനിഷിംഗ് വർക്കിലും ഒക്കെ ബാലൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ കൊമേഴ്ഷ്യലി ഇറക്കാൻ റെഡിയാവും. ഞങ്ങൾ വന്നപ്പോൾ കുറേ ചലഞ്ചസുമായിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ കോവിഡ് സമയത്ത് വന്ന് ഇറങ്ങുന്നത്. ഒന്ന്, ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് കഥകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ബിസിനസ് ഇവിടുന്ന് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ചലഞ്ചിങ്ങാണ്. കാരണം അവിടുത്തെ ഒരു കംഫോർട്ട് ലൈഫും ഇവിടുത്തെ ഒരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലിലും അത് മാനേജ് ചെയ്യാൻ പാടാണ്. സോ എൻ്റെ ഒരു അഡ്വൈസിന് എപ്പോഴും പല ഫ്രണ്ട്സിനോട് പറയുന്നത് വെച്ചാൽ, യു ഷുഡ് ഹാവ് എ പ്ലാൻ. നമ്മൾ അവിടെ ഗൾഫ് വിടുന്നതിന് മുമ്പ് ഇന്ന് യൂട്യൂബും പല മീഡിയാസും ഉണ്ട്, ഒരുപാട് ബിസിനസ് പഠിക്കാനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനൊരു ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ വേണം. ഇവിടെ വന്നിട്ട് നമ്മളെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോട് ഞാൻ എന്ത് തുടങ്ങണം എന്ന് ഒരിക്കലും ചോദിക്കുക. ഇറ്റ്സ് എ വെരി റോങ് ഡിസിഷൻ. നിങ്ങൾക്കൊരു ക്ലാരിറ്റി അവിടുന്ന് വരണം. ആ ക്ലാരിറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ വന്നതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഞങ്ങൾ ചെയ്ത ഏറ്റവും ഫസ്റ്റ് ഇതായിരുന്നു. ഞങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരുന്നു ഇവിടെ വന്ന്. സെക്കൻഡ് എന്ന് വെച്ചാൽ, കേരളം എന്ന സ്ഥലത്ത് എങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്യും. സോ കേരളത്തിൽ നമുക്ക് എല്ലാ സംഭവം ചെയ്യാമെന്ന് നമ്മൾ അങ്ങനെ ഇത് വാശി പിടിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യുന്നു. നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഐഡിയ സ്റ്റേജ് ഇവിടെ വർക്കൗട്ട് ചെയ്യാം. സ്കെയിലപ്പ് നമുക്ക് പല സ്ഥലങ്ങളിൽ ചെയ്യാം. നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് കേരളത്തിൽ പറയുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഫസ്റ്റ് ലാൻഡ് കോസ്റ്റ് വളരെ ഹൈ ആണ്, ലേബർ കോസ്റ്റ് ഇതാണ്. സോ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ പല നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ ഇവിടെ എടുത്ത് നമ്മൾ പണി ചെയ്ത് പൈസ കൊടുക്കുമ്പോൾ, നമ്മൾ മലയാളികൾ ഗൾഫിൽ പോയി പണി ചെയ്തിട്ട് എല്ലാ പൈസ ഇങ്ങോട്ട് അയക്കുന്ന മതി, ഇവരും പൈസ അവരുടെ സ്ഥലത്തോട്ടാണ് അയക്കുന്നത്. സോ കേരളത്തിന് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ല.
സോ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. വാട്ട് വി ക്യാൻ ഡു, നമ്മളിപ്പം ഇവിടെ ഒരു IT ബേസ്ഡ് കമ്പനീസിന് കേരളത്തിൽ നല്ലതാണ്, പക്ഷെ മാനുഫാക്ചറിങ് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അന്നേരം ഞങ്ങൾ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ ഒരു ബ്രെയിൻ സംഭവം ഇവിടെ വർക്ക് ചെയ്യുക, അതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് മൊത്തം എവിടെയൊക്കെ പല പല മാനുഫാക്ചേഴ്സ് വിത്ത് ലേറ്റസ്റ്റ് മെഷീനറീസ് ഉണ്ടോ അവർക്ക് ഒരു കോൺട്രാക്ട് മാനുഫാക്ചറിങ് കൊടുത്ത് അവരിൽ നിന്ന് വർക്ക് എടുക്കുക. അതായിരിക്കും ഒരു സ്കെയിൽ അപ്പ് മോഡൽ. തേർഡ് ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ എല്ലാവരും ഹസ്ബൻഡ് വൈഫ് ഡുവോ എങ്ങനെ ഇത് ചെയ്യുന്നു. ഞങ്ങളതിൽ പണ്ട് തൊട്ട് കല്യാണം കഴിഞ്ഞ തൊട്ട് ഞങ്ങളൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ പൈസയുടെ കണക്ക്, നിന്റെ പൈസ എൻ്റെ പൈസ എന്ന കണക്ക് ഞങ്ങൾ സൂക്ഷിക്കാറില്ല. വാട്ട് എവർ ഈസ് അവേഴ്സ്. ഓക്കെ. ആൻഡ് ഞങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മളൊന്ന് തകരുന്ന ഒരു അല്ലെങ്കിൽ ഒരു താഴ്ചയിലോട്ടൊരു പോകുമ്പം നമ്മൾക്ക് പലരും പറയുന്നത് നമ്മളോട് അന്നേ നിന്നോട് പറഞ്ഞതല്ലേ ഇതിനൊന്നും പോകണ്ടെന്ന്. സെക്കൻഡ്, വളരെ കുറവ് ആൾക്കാരായിരിക്കും നമ്മളെ എടുത്ത് ആ സമയത്ത് തോളിലൊന്നും തെറ്റിയിട്ട് കുഴപ്പമില്ലടാ നീ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്, വളരെ കുറവായിരിക്കും. 3, നമുക്ക് അത്രയും നല്ല ബന്ധങ്ങൾ വേണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്, പൈസയെ കാട്ടി വലുത് ബന്ധവും ബന്ധത്തിനെ കാട്ടി വലുത് പൈസയെന്ന് തെളിയിക്കുന്ന ഒരുപാട് വ്യക്തികൾ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. ഇതൊക്കെ പഠിക്കണമെങ്കിലും പിടിച്ച് നിൽക്കണമെങ്കിലും പിന്നെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് നമ്മൾ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. നമ്മൾ നാളെ രാവിലെ ഫുഡ് കഴിക്കാനുള്ള ഒരു സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ പോലും ഇല്ല എന്നൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആൾക്കാരാണ് നമ്മൾ. ഹോസ്പിറ്റലിൽ ബില്ല് കയ്യിൽ വെച്ചുകൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയും ഞങ്ങൾ കണ്ട വ്യക്തികളാണ്. ഇതിനെല്ലാം മറികടന്ന് ആണ് ഞങ്ങൾ ഈ ഒരു ലെവലിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് വെച്ചാൽ, ബിസിനസ്സിൽ താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഏറ്റവും ആദ്യം വേണ്ടെന്ന് വെച്ചാൽ ഒരു കട്ടിയായ മനസ്സാണ്, സ്ട്രോങ് മൈൻഡ്. എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ നമ്മൾ പതറാതെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ബാക്കിലോട്ട് കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാരുമാണ്, മുമ്പോട്ട് നയിക്കാൻ വളരെ കുറവാണ്. സെക്കൻഡ്, ഞങ്ങളുടെ ഒരു ഇതിനകത്ത് എനിക്ക് ബിസിനസ്സോട് വളരെ ക്രേസ് ഉള്ളതാണ്, പുള്ളിക്കാരിക്ക് അത്ര ഇല്ലായിരുന്നു തുടക്കത്തിൽ. അന്നേരം അത് ഒരു ചലഞ്ചിങ് ആയിരുന്നു പുള്ളിക്കാരി ആ ഒരു ലെവലിലോട്ട് മെൻറ്റർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും പുള്ളിക്കാരി നിന്നാണ് ഇൻസ്പയർ. അത് എന്നെക്കാട്ടി കുറച്ചുകൂടെ കൂളാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഞാൻ കുറച്ച് അഗ്രസീവ്. അന്നേരം അത് ഞങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ്, ഞങ്ങൾ വളരെ ക്ലിയർ ആണ്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ടോക്സും ഇല്ല. ഇവിടെ വന്ന് ഒരിക്കലും ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാറില്ല. ഇവിടുന്ന് ഇറങ്ങി വണ്ടിയിലും മിക്കവാറും ഞങ്ങൾ ബിസിനസ് ടോക്ക് ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ബിസിനസ് ടോക്ക് വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതേപോലെ ഞങ്ങളെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഞങ്ങളുടെ ഫാമിലി. അവർക്കിടെ ഒരുപാട് കാര്യങ്ങൾ അവർ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഈ ഒരു ഇതിൽ നിന്നത്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ. അതുകൂടാതെ സ്പെഷ്യലി ഞങ്ങളുടെ കുട്ടികൾ, മോളും മോനുമാണ്, അവരുടെ പല ആവശ്യങ്ങൾക്കും ഞങ്ങൾക്ക് നിറവേറ്റാൻ പറ്റാത്ത പല അവസ്ഥകളും വരുമ്പോഴും അത് വളരെ കൂളായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ കൂടുതൽ അവർ ബൂസ്റ്റ് ചെയ്തിരുന്നു. അത് ദൈവത്തിനോട് എല്ലാവരും നന്ദി പറയും. ഇത് പറഞ്ഞ പോലെ ഒരു പ്രവാസി നാട്ടിൽ വന്ന് ആദ്യം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള വളരെ പരിമിതമായ അറിവുകളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് എന്താണ്, സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്താണ്, അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നു ഇതുപോലെ ആദ്യം പറഞ്ഞല്ലോ ട്രേഡിംഗ് ബിസിനസ് ആയിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് 2-3 ഫ്രാഞ്ചൈസികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രാഞ്ചൈസി കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് GST എടുക്കണം എന്നുള്ളത് ഞങ്ങൾ GST എടുത്തിട്ടുണ്ട്. E-way ബില്ല് വേണം, അതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ E-way ബില്ലും എടുത്തു. ഞങ്ങളുടെ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് പോകുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് ഞങ്ങൾ പോകുമ്പം E-way ബില്ലിന് ഞങ്ങൾ ഒരു എക്സ്റ്റേണൽ പാർട്ടിയുടെ വിളിച്ച് ബില്ലടിക്കാൻ പറഞ്ഞു. അവരുടെ സെർവർ ഡൗൺ ആയതുകൊണ്ട് അവർക്ക് E-way ബില്ല് അടിച്ച് തരാൻ പറയാം. അവർ പറഞ്ഞു ഓൺ ദ വേ അവർ അടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഞങ്ങൾ വണ്ടി ലോഡ് ചെയ്തു. ഡ്രൈവർ വന്നു, സാധനങ്ങൾ കൊണ്ടുപോയി. അപ്പം എൻ്റെ അമ്മ പൂജിച്ച് ഇൻവോയ്സും സാധനങ്ങളുമായിട്ട് കൊണ്ടുവന്നു ഡ്രൈവറിൻ്റെ കൊടുത്തു. ഡ്രൈവർ ഇത് തുറന്നു നോക്കിയില്ല. സൂക്ഷം പോലെ വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കൊട്ടാരക്കര എത്തിയില്ല. വാളകം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും GSTക്കാർ കൈ കാണിച്ചു. ബില്ലില്ല എന്ന് പറഞ്ഞു. അപ്പം ഡ്രൈവർ പറഞ്ഞു, അയ്യോ സാർ ഞാൻ തുറന്നു നോക്കിയില്ല, അവർ ആദ്യമായിട്ട് ആ അമ്മ പൂജിച്ച് ബില്ലൊക്കെ കൊണ്ടുവന്നതാണ്, അത് കാരണം E-way ബില്ലുണ്ടോ എന്ന് ഞാൻ തുറന്നു നോക്കിയില്ല സാർ. അപ്പം ഡ്രൈവർ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ മറ്റേ പാർട്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ബില്ല് റെഡി ആയിട്ടുണ്ട്, ഇപ്പം സെൻഡ് ചെയ്യാം. അപ്പം ഡ്രൈവർ പറഞ്ഞു സാർ അവർ ബില്ലും കൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് E-way ബില്ലും എടുത്തു. വാളകത്ത് ചെന്ന് GSTയുടെ ആൾക്കാരെടുത്ത് റൂറലിൽ ഞങ്ങൾ ഈ ബില്ല് കൊടുത്ത് ഓൺ ഹാൻഡ് കൊടുത്തിട്ട് പോലും ഒരാൾ അക്സെപ്റ്റ് ചെയ്തില്ല. അന്ന്
ഞങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ എനിക്ക് തോന്നുന്നു 57,200 rupees, 57,200 rupees അങ്ങാണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. കറക്റ്റ് അവർ 57,000 രൂപ ഞങ്ങൾക്ക് ഫൈൻ അടിച്ചു. ഞങ്ങളൊരു 2 ലക്ഷം, 4 ലക്ഷത്തിന്റെ സാലറി ഫസ്റ്റ് ഓർഡർ ആയിരുന്നു. ഫസ്റ്റ് ഓർഡറിന്റെ ഇത് സാധനം പോകുന്നു. ഈ പൈസ ഇവർക്ക് ഫൈനായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ 200 rupees ഉള്ളൂ. നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം GST എടുക്കുന്ന ആൾ എന്നോട് പറഞ്ഞു, ഡ്രൈവർ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് കൺസൈൻമെന്റ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ അറിയാം, എന്നാലും ഞങ്ങൾ ഫൈൻ അടിക്കും. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ആദ്യ സംരംഭം പ്രവാസത്തിൽ നിന്ന് വന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തുണ്ടാക്കി സാധനം ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല, സെർവർ ഡൗൺ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല. എന്നാൽ അതും കൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് അവരുടെ മുന്നേ പ്രസന്റ് ആയി, എന്നിട്ട് പോലും ആ 57,000 രൂപ അവർ ഫൈൻ അടിച്ചു. അല്ല, അപ്പൊ ഞാൻ പറയാം, അപ്പം അങ്ങനെയുള്ള സ്ട്രഗിൾസ് നമുക്ക് ഒരു പ്രവാസി നമുക്ക് പല കാര്യത്തിലും അറിവില്ലായ്മ കൊണ്ടുണ്ടായതാണ്. അത് അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള ഒരു ക്ലാരിറ്റി ഞങ്ങൾക്ക് ഇല്ലാഞ്ഞത് കൊണ്ടുണ്ടായതാണ്. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, നമ്മുടെ ഒരു അറിവില്ലായ്മ ഒരു പ്രവാസി എന്നുള്ള ഒരു തരത്തിൽ നമുക്ക് ഉണ്ടായതാണ്. അതുപോലെ സ്റ്റാർട്ടപ്പിനെ പറ്റിയും ഞങ്ങൾ ഏതാണ്ട് ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേരള സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ആവുന്നതും. അതിനുശേഷം നമുക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അനൂപ് സാറ് പേഴ്സണലി ഞങ്ങളെ മെന്റർ ചെയ്യാറുണ്ട്, ഒരുപാട് സഹായം ചെയ്യാറുണ്ട്. സോ സ്റ്റാർട്ടപ്പ് മിഷൻ ത്രൂ നമുക്ക് ഒരുപാട് ഗ്രാൻറ്റും ഒരുപാട് കോണ്ടാക്ട്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ പടിപടിയായാണ് നമ്മൾ ഓരോ കേരളത്തിലെ എങ്ങനെയാണ് ബിസിനസ് വളർച്ച എന്നുള്ളതിനെ പറ്റി. ഇവിടെ ആക്ച്വലി ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല നമുക്ക് ബിസിനസിന്റെ ഗവൺമെന്റിൽ നിന്ന് എങ്ങനെയൊക്കെ സപ്പോർട്ട് എടുക്കാവുന്നുള്ളത്. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്നൗ ത്രൂ, അത് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് റഫ്താർ കേരള അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ ഗ്രാൻഡ് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് KSIDC KFC എന്നുള്ള സ്റ്റാർട്ടപ്സിന് പല ഫണ്ട്സ്, അങ്ങനെ ഒരുപാട് സ്കീംസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കീംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പൈസ നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് കാലതാമസം എടുക്കും. പക്ഷെ നമ്മൾ അപ്പോഴത്തേക്കായിരിക്കും ഓൾറെഡി സ്റ്റാഫ്സിനെയൊക്കെ എടുത്തു കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് പൈസ ഈ ഒരു എമൗണ്ടിൽ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ആയിട്ട് നിന്നാൽ അത് വളരെ ബാധിക്കും. സോ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫോക്കസ് ചെയ്യണമെന്ന് ഒന്ന് നമ്മൾ മൈൻഡ് സ്ട്രോങ് ആയിരിക്കണം. സെക്കൻഡ് നമ്മുടെ ഫോക്കസ് ഷുഡ് ബി ഓൺലി ഇൻ ടു ദ ബിസിനസ്. തേർഡ് നമ്മളെപ്പോഴും ഫാമിലിയെയും ബിസിനസ്സിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ ആക്ച്വലി തുടക്കത്തിൽ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു റവന്യൂ ഇതിൽ ഞങ്ങൾ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ 2 വർഷം R&D ഇതിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടുമേ വലിയ ഒരു കാര്യമായിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഞങ്ങൾ അതിൻ്റെ ഒരു എമൗണ്ടിനെക്കാട്ടി കൂടുതൽ ടണ്ണേജ് ഓഫ് പ്ലാസ്റ്റിക്കിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഇപ്പോൾ 6 മാസമുള്ള ഫിനാൻഷ്യൽ ഇയർ തീരാൻ വേണ്ടി. സോ ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുൻപ് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 ടൺ പ്ലാസ്റ്റിക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അടുത്ത 24 ഇതിൽ ഒരു നോട്ട് 1 ടൺ 100 ടൺ പ്ലാസ്റ്റിക് ആണ് ഈ അടുത്ത 6 മാസത്തിനുള്ളിൽ നോക്കുന്നത്. അടുത്ത ഒരു വർഷം കൂടെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏതാണ്ട് 500 ടൺസ് ഓഫ് പ്ലാസ്റ്റിക് ആണ് ലാൻഡ് ഫില്ലിൽ നിന്ന് ഡംപ് ആവാതെ സേവ് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റ് കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ കണ്ടെയ്നേഴ്സും എല്ലാം സംഭവങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്യണം. അതിന് ഈക്വൽ പ്ലാസ്റ്റിക്കിന് എത്ര വെയിറ്റ് വരുന്നോ ഇത് എത്ര ഞങ്ങൾ വോളിയത്തിൽ സപ്ലൈ ചെയ്യുന്നു അത്രയും പ്ലാസ്റ്റിക് ഞങ്ങൾ സേവ് ചെയ്യണം. അത് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഇപ്പം ഒരു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഈസി ആയിട്ട് ഒരു 50 to 100 crores ബിസിനസ്സിലോട്ട് കയറാനുള്ള എല്ലാ ഒരു ഇതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.